ഹായ് മക്കളെ. സോ MBBSന്റെയും BDSന്റെയും ഓൾ ഇന്ത്യ അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട 2 അപ്ഡേറ്റുകൾ നിങ്ങളെ അറിയിക്കാനുണ്ട്. ഇന്ന് നമ്മുടെ MCCയുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്ത 2 അപ്ഡേറ്റുകളാണ്. നമ്മുടെ സ്കെഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റും അതേപോലെ പുതുതായിട്ട് കുറച്ച് സീറ്റുകൾ അനുവദിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ചും പറയേണ്ടതായിട്ടുണ്ട്. ദെൻ നിങ്ങൾ കണ്ടിരിക്കും പുതുതായിട്ട് ഏതൊക്കെ സീറ്റുകളാണ് ആഡ് ചെയ്തതെന്നുള്ളത്. അതിൽ കേരളത്തിൽ ഏതൊക്കെ സീറ്റുകളാണ് ആഡ് ചെയ്യപ്പെട്ടത്, പിന്നെ നമ്മൾ ക്ലിയർ വേക്കൻസി റൗണ്ട് 2ഉം അതേപോലെ വിർച്വൽ വേക്കൻസി റൗണ്ട് 2ഉം നോക്കുന്നുണ്ട്. എന്താണ് കേരളത്തിൽ ഏതൊക്കെ സീറ്റുകളാണ് ഇനി ഒഴിവ് വരുന്നത്, റൗണ്ട് 2ൽ എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് സാധ്യതകൾ എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. യെസ്, അപ്പൊ നമുക്ക് പെട്ടെന്ന് ഓരോന്നിലേക്ക് കിടക്കാം. ആദ്യം പറയുന്നത് ഓൾ ഇന്ത്യയുടെ റൗണ്ട് 2ന്റെ സ്കെഡ്യൂളിൽ മാറ്റം വന്നിട്ടുണ്ട്. സ്കെഡ്യൂള് ആ ഒരു റൗണ്ട് 2 ഒന്നും കൂടി നീട്ടി വെച്ചിട്ടുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം NMC പുതിയ സീറ്റുകൾ അനുവദിക്കുകയാണ്. അപ്പൊ നമ്മുടെ MCCയുടെ സീറ്റ് മെട്രിക്സിൽ ഈ പുതുതായിട്ട് വരുന്ന സീറ്റുകൾ കൂടി ആഡ് ചെയ്യണം. ആഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റൗണ്ട് 2ൽ ആ പുതിയ ഓപ്ഷനുകൾ നൽകാൻ സാധിക്കൂ. അതിനു വേണ്ടിയിട്ടാണ് ഓൾ ഇന്ത്യയുടെ റൗണ്ട് 2ന്റെ സ്കെഡ്യൂൾ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് എന്നത്തേക്കാണ് എക്സ്റ്റെൻഡ് ചെയ്തത്, പുതിയ സ്കെഡ്യൂള് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. അത് ചെയ്താൽ ഉടനെ നമുക്കത് അറിയാൻ സാധിക്കും. യെസ്, അതേപോലെ തന്നെ NRI ഡോക്യുമെന്റ്സിന്റെ സ്ക്രൂട്ടിനി പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ റീസൺ ഒക്കെ കൊണ്ടും പുതുതായിട്ട് അനുവദിച്ച സീറ്റുകൾ നമ്മുടെ സീറ്റ് മെട്രിക്സിൽ ആഡ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ റൗണ്ടിന്റെ സെക്കൻഡ് അലോട്ട്മെന്റ് കുറച്ചും കൂടി നീട്ടി വെക്കുന്നത്, എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ആദ്യത്തെ കാര്യം. അപ്പൊ ആദ്യത്തേത് റൗണ്ട് 2ന്റെ സ്കെഡ്യൂൾ മാറുകയാണ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം കുറച്ച് സീറ്റുകൾ റൗണ്ട് 2ലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഹൈദരാബാദില് ESI മെഡിക്കൽ കോളേജിൽ ESI സീറ്റുകളാണ്. ESI കോട്ട വഴി അൺറിസർവ്ഡിൽ 3 സീറ്റുകൾ, OBCക്ക് 2 സീറ്റുകൾ, EWSന് 1 സീറ്റ്, SCക്ക് 2 സീറ്റ്, STക്ക് 1 സീറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് വന്നൊരു അപ്ഡേറ്റ് ആണ്. അതേപോലെ ജവഹർലാൽ നെഹ്റു മെഡിക്കൽ കോളേജ് ബെൽഗാവിയിൽ ഡീംഡ് സീറ്റുകൾ, ഡീംഡ് കോട്ടയിൽ, ഡീംഡ് കോളേജുകളിൽ ഡീംഡ് കോട്ടയിൽ 158 സീറ്റുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. നോൺ റെസിഡന്റ് ഇന്ത്യന് 30 സീറ്റ്സും ഈ ഒരു ക്യാമ്പസിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ 2 കാര്യങ്ങളാണ് പുതുതായിട്ട് ആഡ് ചെയ്ത സീറ്റുകൾ. അപ്പോൾ ഈ സീറ്റുകളിലേക്കും കൂടി റൗണ്ട് 2ൽ നിങ്ങൾക്ക് ചോയ്സ് ഫില്ലിംഗ് നടത്താം എന്നുള്ളതാണ്. അപ്പോൾ ഈ സീറ്റുകൾ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ, വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പുതുതായിട്ട് വന്ന സീറ്റുകളാണ്. ഇതിലേക്കും കൂടി നിങ്ങൾക്ക് ചോയ്സ് ഫില്ലിംഗ് നടത്താം. അപ്പോൾ ഇത് നിങ്ങൾക്കറിയാം പെയ്ഡ് സീറ്റ് ആണ്, പ്രൈവറ്റ് ആണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി മാത്രം ചോയ്സ് ഫില്ലിംഗ് നടത്തുക. യെസ്, ഇനി നമുക്ക് പുതുതായിട്ട് ആഡ് ചെയ്ത സീറ്റുകൾ, ഇത് ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി കണ്ടിരിക്കും, ജസ്റ്റ് ഞാനൊന്ന് പറയുകയാണ്. പുതുതായിട്ട് ആഡ് ചെയ്ത ഒരുപാട് സീറ്റുകളുണ്ട്. അതിൽ കേരളയിൽ വരുന്നത് കാസർഗോഡും വയനാടും ഓൾ ഇന്ത്യ കോട്ട വഴി MBBSന്റെ സീറ്റുകളാണ് നമ്മൾ നോക്കുന്നത്. അതിൽ നിങ്ങൾ BCNO OPNO എന്നൊക്കെ കാണാം, അത് ഒന്നുമില്ല, OBC ആണ്, വിത്ത് നോ സബ് കാറ്റഗറീസ് ഒന്നും വരാത്തതാണ് NO കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ OBCക്ക് 2 സീറ്റുകൾ കാസർഗോഡ് അവൈലബിൾ ആണ് ഓൾ ഇന്ത്യയിൽ. അതേപോലെ കാസർഗോഡ് തന്നെ ഓപ്പൺ കാറ്റഗറിക്ക് MBBSന് 3 സീറ്റുകൾ അവൈലബിൾ ആണ്. സെയിം ക്യാമ്പസിൽ SCക്കും STക്കും ഓരോ സീറ്റുകൾ വീതം അവൈലബിൾ ആണ്. അവിടെ സബ് കാറ്റഗറി ഒന്നും വരുന്നില്ല. അതേപോലെ അവിടെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയ ആളുകളെയൊന്നും കൺസിഡർ ചെയ്യില്ല. അത് കൺസിഡർ ചെയ്യുമെങ്കിൽ അവർ പെട്ടെന്ന് എടുത്തു പറയാറുണ്ട് കേട്ടോ. യെസ്, അതേപോലെ തന്നെ വയനാട് ഓൾ ഇന്ത്യയിൽ MBBSന് OBCക്ക് 2 സീറ്റുകൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ EW ഇക്കണോമിക്കലി വീക്കർ സെക്ഷന് 1 സീറ്റും, ഓപ്പൺ കാറ്റഗറിക്ക് ജനറൽ കാറ്റഗറിക്ക് അവിടെ 3 സീറ്റും അവൈലബിൾ ആയിരിക്കും. ഇതാണ് പുതുതായിട്ട് ആഡ് ചെയ്തതിൽ കേരളത്തിൽ വരുന്ന സീറ്റുകൾ. ഓക്കെ, ദെൻ ക്ലിയർ വേക്കൻസി റൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിരിക്കും. ഇതിൽ എല്ലാ സ്റ്റേറ്റുകളും ഞാൻ പറയുന്നില്ല, എല്ലാ സ്റ്റേറ്റുകളും MCCയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. കേരളത്തിന്റെ മാത്രം ഞാനൊന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് കേരളം നോക്കാം. കർണാടക ടോപ്പിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാ സ്റ്റേറ്റുകളുടെയും കൊടുത്തിട്ടുണ്ട്. അതിൽ കേരളം മാത്രം നമുക്ക് നോക്കാം. യെസ്, അപ്പോൾ കേരളത്തിന് നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് ഡെന്റൽ കോളേജ് ആലപ്പുഴ TD മെഡിക്കൽ കോളേജിൽ BDSന് OBCക്ക് 2 സീറ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് വേക്കൻ്റ് ആയ സീറ്റുകളാണ്. അതായത് ആദ്യ അലോട്ട്മെന്റിൽ കിട്ടിയിട്ടും അവിടെ ജോയിൻ ചെയ്യാതെ, അല്ലെങ്കിൽ അവിടുന്ന് ഫ്രീ എക്സിറ്റ് കുട്ടികൾ നടത്തിയിട്ട് അവിടെ വേക്കൻ്റ് ആയിട്ട് വരുന്ന, നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സീറ്റുകൾ. ഇത് ഇപ്പോൾ അവിടെ വേക്കൻ്റ് ആണ്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ TD മെഡിക്കൽ കോളേജിൽ BDSന് EWന് 1 സീറ്റ് അവൈലബിൾ ആണ്. ഇതേപോലെ ഓരോ ക്യാമ്പസിന്റെയും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ ഇത് BDS ആണ്. അതേപോലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കാസർഗോഡ് MBBSന് OBCക്ക് 2 സീറ്റ് അവൈലബിൾ ആണ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കാസർഗോഡ് ജനറലിൽ 3 സീറ്റ് അവൈലബിൾ ആണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നല്ലേ കാസർഗോഡ് കാര്യം. യെസ്, ദെൻ അതേപോലെ തന്നെ കോന്നി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പത്തനംതിട്ടയാണ്. അവിടെ MBBSന്
OBCക്ക് 3 സീറ്റുകൾ അവൈലബിൾ ആണ് കേട്ടോ. 3 സീറ്റുകൾ റൗണ്ട് 2 അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോന്നിയില് BC OBCയില് PHന് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് 1 സീറ്റും അവൈലബിൾ ആണ്. അപ്പോൾ അയ്യോ 3 സീറ്റേ ഉള്ളൂ എന്നൊന്നും കരുതണ്ട. ഓൾ ഇന്ത്യ കോട്ട സീറ്റുകൾ എന്ന് പറയുന്നത് തന്നെ ടോട്ടൽ സീറ്റിന്റെ 15% ആണ്, 15%. ആ 15%-ത്തിലാണ് ഇത്രയും വേക്കൻസി നിങ്ങൾക്ക് റൗണ്ട് 2 കാണിക്കുന്നത്. യെസ്, അതേപോലെ തന്നെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോന്നിയിൽ ഓപ്പൺ കാറ്റഗറിക്ക് 6 സീറ്റുകൾ അവൈലബിൾ ആണ്. ദെൻ ഓപ്പൺ കാറ്റഗറി ഫിസിക്കലി ഹാൻഡിക്യാപ്ഡിന് അവിടെ 1 സീറ്റും കോന്നിയിൽ തന്നെ അവൈലബിൾ ആണ്. ഇതേപോലെ ഓരോ ക്യാമ്പസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വയനാട് എത്ര സീറ്റുകൾ ഇനി അവൈലബിൾ ആണ്. ദെൻ ഗവൺമെന്റ് ഡെന്റൽ കോളേജ് കണ്ണൂര്, അവിടെ BDSന് OBCക്ക് 2 സീറ്റുകൾ അവൈലബിൾ ആണ്. ഇക്കണോമിക്കലി വീക്കർ സെക്ഷന് 2 സീറ്റുകൾ അവൈലബിൾ ആണ്. ഓപ്പൺ കാറ്റഗറിക്ക് BDSന് അവിടെ 3 സീറ്റുകൾ അവൈലബിൾ ആണ്. കണ്ണൂരെ കാര്യമാണ്, BDSന്റെ കാര്യമാണ്. ഇതേപോലെ MCCയുടെ വെബ്സൈറ്റിൽ ഓരോ സ്റ്റേറ്റിലെയും വേക്കൻസികൾ മക്കൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എറണാകുളം കളമശ്ശേരിയിൽ MBBSന് STക്ക് 1 സീറ്റ് അവൈലബിൾ ആണ്. നോ സബ് കാറ്റഗറീസ് ഒന്നുമില്ല. ST NOയ്ക്കാണ് 1 സീറ്റ് അവൈലബിൾ ആണ്. അതേപോലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇടുക്കിയിൽ ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് വഴി MBBS, ഓൾ ഇന്ത്യ കോട്ട വഴി MBBSന് OBCക്ക് 4 സീറ്റുകൾ അവിടെ റൗണ്ട് 2 അവൈലബിൾ ആണ്. ഇത് ക്ലിയർ ആയിട്ടുള്ള വേക്കൻസി ആണ്. ഇപ്പൊ അവിടെ വേക്കന്റ് ആയിട്ട് കിടക്കുന്ന സീറ്റുകളാണ്. എന്നാൽ ഇത് കൂടാതെ ഇത് മിക്ക കോളേജുകളിലും ഉണ്ട്. നിങ്ങൾക്ക് MCCയുടെ വെബ്സൈറ്റ് ത്രൂ അത് കാണാൻ സാധിക്കും കേട്ടോ. ഇത് കൂടാതെ വിർച്വൽ വേക്കൻസി എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. വിർച്വൽ വേക്കൻസി എന്താ? അതായത് ആദ്യ റൗണ്ടിൽ ചേർന്നിട്ട് ആ സീറ്റ് ഓക്കെ അല്ല എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് പോകണം, വേറെ ഇടത്തേക്ക് മാറണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ അപ്ഗ്രഡേഷന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അപ്ഗ്രഡേഷന് കൊടുത്ത കുട്ടികൾ അവർക്ക് അവിടേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ ഒഴിവ് വരാൻ സാധ്യതയുള്ള സീറ്റുകളാണ് വിർച്വൽ വേക്കൻസി റൗണ്ട് 2 എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അത് 100% നമുക്ക് ഷുവർ അല്ല. ആ കുട്ടികൾക്ക് അപ്ഗ്രഡേഷൻ കിട്ടിയെങ്കിൽ മാത്രം ഒഴിവ് വരുന്ന സീറ്റുകളാണ്. സോ നമ്മൾ കേരളയുടെ നോക്കുകയാണെങ്കിൽ GMC മഞ്ചേരിയിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മഞ്ചേരിയാണ്, മലപ്പുറമാണ്. MBBSന് STക്ക് 1 സീറ്റ് അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഇത് നമുക്ക് 100% ഉറപ്പിക്കാൻ പറ്റില്ല. കുട്ടി അവിടെ അപ്ഗ്രഡേഷന് കൊടുത്തിട്ടുണ്ട്. ആ കുട്ടിക്ക് വേറെ ക്യാമ്പസിൽ കിട്ടുകയാണെങ്കിൽ മാത്രം ഉറപ്പിക്കാൻ പറ്റുന്ന സീറ്റുകളാണ് വിർച്വൽ വേക്കൻസി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? ബട്ട് കുറച്ചു മുൻപ് നമ്മൾ കണ്ടത് ക്ലിയർ വേക്കൻസിയാണ്. ആ സീറ്റുകൾ അവിടെ അവൈലബിൾ ആണ് റൗണ്ട് 2 ഇത് റൗണ്ട് 2 നമ്മുടെ ഈ ഒരു കുട്ടിക്ക് അപ്ഗ്രഡേഷൻ കിട്ടിയെങ്കിൽ മാത്രം അവൈലബിൾ ആകുന്ന സീറ്റുകളാണ് വിർച്വൽ വേക്കൻസി എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ക്യാമ്പസിലെയും എത്ര സീറ്റ്സ് അവൈലബിൾ ആണെന്നുള്ളത് MCCയുടെ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. സ്കെഡ്യൂൾ വന്നാൽ ഉടനെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ചൂസ് ചെയ്യുക, ഓരോ ഓപ്ഷൻസും ചൂസ് ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ് ഡിയേഴ്സ്. ബൈ.